ഞാൻ ഡോക്ടർ സുനിൽ, കൺസൾട്ടന്റ് വെറ്ററിനറി സർജൻ അറ്റ് അപ്പോളോ ഓർട്ടെക്സ് ഹോസ്പിറ്റൽ, കറുകുറ്റി. ഗ്ലോക്കോമ എന്നുള്ള രോഗത്തെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കണ്ണിന്റെ നോർമൽ ആയിട്ടുള്ള ഒരു പ്രഷർ റേഞ്ച്, അതിനെ ഇൻട്രാഓക്കുലർ പ്രഷർ എന്ന് പറയും. ഏകദേശം 10 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി ടു 20 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി ആയിട്ടാണ് അതിനെ കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ നോർമൽ പ്രഷർ നിലനിൽക്കുന്നത് കണ്ണിന്റെ ഉള്ളിലുള്ള അക്വസ് ഹ്യൂമർ എന്നുള്ള ഒരു ദ്രാവകം അത് ശരിയായിട്ട് രീതിയിൽ കണ്ണിലേക്ക് സെക്രീറ്റ് ചെയ്യും. അത് പുറത്തേക്ക് പ്രവഹിക്കുന്നത് കൊണ്ടാണ് അത് നോർമലായിട്ട് ഈ പ്രഷർ നിലനിൽക്കുന്നത്. അപ്പൊ ആ ഒരു ഫ്ലോന്, അത് പുറത്തേക്കുള്ള ഫ്ലോന് തടസ്സം വരുമ്പോൾ കണ്ണിനുള്ള പ്രഷർ വർദ്ധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് കണ്ണിൽ നിന്നും തലച്ചോറിലേക്ക് പോകുന്ന ഒപ്റ്റിക് നെർവ്, അത് കണ്ണിന്റെ എൻട്രി ഉള്ള ഭാഗത്ത് ഒപ്റ്റിക് നെർവ് ഹെഡ് എന്ന് പറയും, അവിടെ ക്രമേണ 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 ഡാമേജ് വരുന്നു. ഇതിനാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ട് 2 തരത്തിലുള്ള ഗ്ലോക്കോമയുണ്ട്. ഒന്ന് നാരോ ആംഗിൾ ഗ്ലോക്കോമ, ഒന്ന് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ. അപ്പൊ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് ഇതൊരു സൈലന്റ് കില്ലറാണ്. ക്രമേണ ക്രമേണ ക്രമേണയാണ് കാഴ്ചയെ ബാധിക്കുന്നത്. പ്രത്യേകിച്ച് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ രോഗി അറിയുന്നില്ല. ഒരു 35-40 വയസ്സിന് ശേഷമാണ് സാധാരണ ഈ ഗ്ലോക്കോമ എന്നുള്ള അസുഖം കാണപ്പെടുന്നത്. അപ്പൊ അത് ക്രമേണ ബാധിക്കുന്നതുകൊണ്ട് രോഗി ഇതേ കുറിച്ചിട്ട് അവെയർ ആവില്ല. ഒരു സാധാരണ ഒരു ഒപ്റ്റിക്കൽ ഷോപ്പിലൊക്കെ പോയിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കാഴ്ച നോർമലായിരിക്കും. ലാസ്റ്റ് വരെ വായിച്ചു എന്ന് വരാം, കണ്ണട വെച്ചിട്ട് കാണുന്നെന്ന് പറഞ്ഞ് അത് ശ്രദ്ധിക്കാതെ വിട്ടുവെന്ന് വരാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 35-40 വയസ്സുള്ള അതിൽ കൂടുതലുള്ള ആൾക്കാർ റെഗുലർ ആയിട്ടും ഒരു ഓഫ്താൽമോളജിസ്റ്റിനെ കാണേണ്ട ആവശ്യമുണ്ട്. അപ്പോഴാണ് ഈ ഇൻട്രാഓക്കുലർ പ്രഷർ പരിശോധിക്കുകയും കണ്ണിന്റെ ഉള്ളിലെ ഒപ്റ്റിക് നെർവിന്റെ സ്ഥിതി എങ്ങനെയുണ്ടെന്ന് അളക്കാനും സാധിക്കും. അപ്പൊ അങ്ങനെ ഉള്ള റെഗുലർ ആയിട്ട് ചെക്കപ്പ് ഗ്ലോക്കോമ നിർണ്ണയം സാധ്യമാവും. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു വീക്ക്നെസ് കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ ടെസ്റ്റുകൾ അഡ്വൈസ് ചെയ്യപ്പെടും. പ്രത്യേകിച്ചിട്ട് ഫീൽഡ് ടെസ്റ്റ് പറയും. കണ്ണിന്റെ കാഴ്ചയുടെ വ്യാപ്തി കണ്ടുപിടിക്കുന്ന പെരിമെട്രി, അതാണ് ഫീൽഡ് ടെസ്റ്റ്. പിന്നെ കണ്ണിന്റെ ഒപ്റ്റിക് നെർവിന്റെ ഡാമേജ് അളക്കുന്ന ഒപ്റ്റിക്കൽ കോഹെറന്റ് സ്ട്രോമോഗ്രാഫി, ഇൻട്രാഓക്കുലർ പ്രഷർ, ഫണ്ടസ് ഫോട്ടോഗ്രാഫി, പിന്നെ ഗോണിയോസ്കോപ്പി എന്നുള്ള ടെസ്റ്റ്. ഇതെല്ലാം ചെയ്തിട്ട് നിർണ്ണയിക്കുന്നത് ഏത് തരത്തിലുള്ള ഗ്ലോക്കോമയാണ്, ഏത് തരത്തിലുള്ള മരുന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെഗുലർ ആയിട്ട് ലൈഫ് ലോങ് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. കാഴ്ച ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഗ്ലോക്കോമയിലെ മെഡിക്കേഷൻസ് ചെയ്യുന്നത് എന്നുള്ളത് രോഗികൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. സാധാരണ രോഗം മാറി എന്ന് പറഞ്ഞാൽ ഇനി ട്രീറ്റ്മെന്റ് വേണ്ട എന്ന രീതിയിലാണ് ആൾക്കാർ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയുള്ളൊരു അസുഖമല്ല ഗ്ലോക്കോമ എന്ന് പറയുന്നത്. റെഗുലർ ആയിട്ട് ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് മാത്രമല്ല റെഗുലർ ആയിട്ട് ഐ ചെക്കപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ തുടക്കത്തിൽ ഉപയോഗിച്ചിരുന്ന മരുന്ന് ചിലപ്പോൾ മാറ്റേണ്ടി വരാം, ചിലപ്പോൾ മരുന്ന് മതിയാവില്ല, ചിലപ്പോൾ ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരാം, ലേസർ ട്രീറ്റ്മെന്റ് വേണ്ടി വരാം. അപ്പൊ അങ്ങനെ ശരിയായിട്ട് രീതിയിൽ നിരീക്ഷണം ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കാഴ്ച സംരക്ഷിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടില്ല. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. കാഴ്ച ഇംപ്രൂവ് ചെയ്തില്ല എന്ന് വെച്ചിട്ട് ഗ്ലോക്കോമ പേഷ്യൻസ് ട്രീറ്റ്മെന്റ് ഒരിക്കലും നിർത്താൻ പാടില്ല. ഈ സൈലന്റ് കില്ലറിനെ, കാഴ്ചയുടെ സൈലന്റ് കില്ലറിനെ നമുക്ക് റെഗുലർ ആയിട്ട് ഫോളോ അപ്പിലൂടെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും എന്നതും കൂടി ഈ ഒരു ടോക്കിൽ എനിക്ക് ഊന്നി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.